പറ സുഖം തന്നെ ചോദിച്ചേ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബോഗൻവില്ല കണ്ടുതരാം. എങ്ങനെയുണ്ട്? നമ്മളിത് വാങ്ങിച്ചതിന് ശേഷവും എല്ലാവരും നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ വരുന്ന എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർ മൊത്തം ഇതിൻ്റെ കൂടെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബോണി ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇത് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. എന്താണ് പഹയാ? ബോണിക്ക് ട്രീറ്റ് വേണം മോനെ. നല്ല മുത്താന്ന്, വലുതായി അല്ലേ? ബോണിക്കിപ്പോൾ എത്ര വയസ്സായി? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? ബോണിക്കിപ്പോൾ 8ാമത്തെ വയസ്സാകാൻ വേണ്ടി പോകുന്നട്ടാ. അല്ല 7ാമത്തെ അല്ല 8ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നത്. ഓ ബദാമ കൊടുക്കുന്നേ. അതുപോലെ നമ്മൾ കുതിരൻ്റെ ലാടടിക്കുന്ന ലാടം ചില സമയത്ത് ഊരിപ്പോട്ടാ. നമ്മൾ പുറത്തെല്ലാം ഓടിക്കുന്ന സമയത്ത് ചില സമയത്ത് കല്ലിന് തട്ടിപ്പോയാലോ അങ്ങനെയല്ലോ ചിലപ്പോൾ അഴിഞ്ഞു പോകാറുണ്ട്. എടാ കാലൊന്നേ കാണിക്കാനടാ. അയ്യോ അടുക്കി ബാ നല്ല മോനല്ലേ. ആ ഒന്ന് കാലൊന്നേ. ബോണി ഗുഡ് ബൈ. ഇതണ്ടാ, ഇത് നമ്മൾ ഷൂ ചെയ്യുന്നില്ലേ, ആ ഷൂ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ കല്ലിൽ തട്ടി അല്ലെങ്കിൽ കുറച്ച് അടിച്ചപാടാണെങ്കിൽ പെട്ടെന്ന് പോകില്ലേ. നമ്മൾ പിന്നെ ഇവിടെ ലാഡടിക്കുന്ന ആളെ കിട്ടാൻ കുറച്ച് പാടല്ലേ, അവർ മെല്ലനെ വരുള്ളൂ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിന്ന് റൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ച് റഫായ സ്ഥലത്തുനിന്നെല്ലാം റൈഡ് ചെയ്യുമ്പോൾ ഇവർക്ക് നല്ല പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, ഈ ജയൻ ശരവഞ്ചരം ഈ കുതിരയ്ക്ക് ഇവിടെ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ഥലമൊക്കെ ഇതാ ഭയങ്കര എന്താ പറയുക, ഇവർക്ക് ഭയങ്കര സുഖമുള്ള സ്പോട്ടാണ് അല്ലടാ. ഓ ഓക്കെ. അതുപോലെ നമ്മൾ ആനയ്ക്ക് നല്ല രീതിയിൽ പെയിൻ്റെല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മൾ ആന ടീം അങ്ങനെ നീണ്ട ഒരു വർഷത്തിന് ശേഷം നമ്മൾ വിളിച്ച് തളർന്നതിന് ശേഷം നമ്മുടെ ആന ടീം വന്ന് പെയിൻ്റെല്ലാം നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡാർക്കാണ്, പക്ഷെ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് കളർ ആവും കേട്ടോ. പഠിച്ച പാടായതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ഭയങ്കര ഓവർ കളർ പോലെ ഫീൽ ചെയ്യുന്നില്ലേ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, എങ്ങനെയുണ്ട്? എല്ലാവരും ഇതേപോലെ ഫോട്ടോ എടുക്കുന്നതാണ് ഇവിടുന്ന്. അതുപോലെ നമുക്ക് നമ്മുടെ ടോർക്കിനെ ഒന്ന് കാണാം. ബാ അടിക്കേ, ട്രീറ്റ് വേണോ? ആൾ കുട്ടപ്പനായി. ഈച്ച ശല്യം ഉണ്ടല്ലോ ചെറിയ രീതിയിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. നമ്മൾ കൂടുതൽ കെമിക്കലും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ. അപ്പോൾ നാച്ചുറലായിട്ട് ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഈച്ചനൊന്നും റിമൂവ് ചെയ്യാൻ കഴിയില്ല. നല്ലോണം ഓവറാകുമ്പോൾ നമ്മൾ അതിൻ്റെ പണിയെടുക്കും. ഓക്കെ പോട്ടാ ഗുഡ് ബൈ. ആവാൻ അവൻ്റെ സർജറിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇതേപോലെ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. രാവിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീനിങ്ങാണ്. നമ്മളെ മിസ്റ്ററി ബോക്സിൽ സാധാരണ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്ററി കേജ് കേട്ടോ. ഇതാണ് നമ്മുടെ മിസ്റ്ററി കേജ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അധികം റീൽസൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ മൂവാറ്റുപുഴയിലെ നമ്മുടെ ക്രിസ് ബോട്ടിൽസ് എന്ന് പറഞ്ഞ സ്റ്റോർ അറിയാം എല്ലാവർക്കും. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അടിപൊളി നല്ല എന്തെല്ലോ കളക്ഷൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബൊഗൻവില്ലയൊക്കെ വാങ്ങിച്ചത്. ഇനി നമുക്കിങ്ങനെ പോവാം. ഇവിടെ എല്ലാം കുറച്ച് നല്ലോണം ഗ്രീനറി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു സങ്കടകരമായ ഒരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വാനില്ലേ, ബ്ലാക്ക് സ്വാന് ഒരാൾ മരിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഏജ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12-13 വയസ്സ് വരെ ഇവർ ജീവിക്കും. നമ്മളടുത്ത് കൊണ്ടുവന്നിട്ട് തന്നെ അത്യാവശ്യം ഏജിൽ നമ്മൾ വാങ്ങിച്ചത്. പിന്നെ അപ്പോഴത്തേക്ക് ഏകദേശം ആയുസെത്തി. ഇനിയിപ്പോൾ ഇവനും ഏകദേശം സമയമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പുതിയ വാങ്ങിക്കാം. ഓക്കെ, ബ്ലാക്കിനെ. അതുപോലെ നമ്മളെ മൗഗ്ലി ബേബി ബാ
വാടാ മകളി കൊണ്ടാ ബാ പോയി ഒരു രക്ഷയില്ല അമ്മാതിരി കടിയാന്നിപ്പോ. ആ ഇപ്പം ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരും, എൻ്റെ കൈ അടിക്കും. അന്നെടുത്തിട്ട് പോയിക്കോ. ഓക്കെ, അതെ കിട്ടാൻ്റെ സങ്കടം. ഓക്കെ ബാ. പാൻ്റ് എങ്ങനെയുണ്ട്? ഇതൊരു നമ്മുടെ പിന്നെ അഗസ്റ്റേട്ടൻ്റെ പാൻ്റാണ്. അഗസ്റ്റേട്ടൻ്റെ അല്ല, അഗസ്റ്റേട്ടൻ്റെ സ്റ്റൈല്. ഇങ്ങനെ കംപ്ലീറ്റ് ലൈറ്റ് ഇല്ലാണ്ട് പെറ്റ് സ്റ്റേഷൻ കാണുന്ന നോക്കിയാൽ. അതുപോലെ നമ്മൾ നൈറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. അത്ര നല്ല റെസ്പോൺസ് ആയിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് 1-2 കമൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നൈറ്റ് വീഡിയോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോൻ്റെ ഒക്കെ കൂടെ ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാം. ബാ ബാ. ഓ, അതുപോലെ നമ്മുടെ ജേക്കബിൻ്റെ മുടിയൊക്കെ ട്രിം ചെയ്യാൻ ഏകദേശം ആയി കേട്ടോ. ഡാ ഡാ. ഓ, ഇവരെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിന്. പുറത്ത് വിട്ട് സാധാരണ നമ്മൾ കയറിൽ കുറച്ച് ലോങ്ങിലെ കെട്ടായി, നമ്മൾ ഞാൻ അയച്ചു വിട്ടപ്പോൾ കംപ്ലീറ്റ് ഓടി മറ്റേ ഇതിലെല്ലാം മറ്റേ എന്താ പറയുക മണലിലെല്ലാം കിടന്ന് ഉരുണ്ടിട്ടാണ് ആകെ ചളിയായത് കേട്ടാ. ഫുള്ള് ചളിയിലെല്ലാം കിടന്ന് പരങ്ങി ആകെ വൃത്തിയാടെ. കുളിപ്പിച്ചിട്ടും ശരിയാകുന്നില്ല. പാത്തു പാത്തു ഇതാ വീണ്ടും പ്രഗ്നൻ്റ് ആണേ. ബാ വീർ ബേബി. വീറിൽ അത്യാവശ്യം നല്ല സൈസായേ. ആ കൊമ്പ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ. എന്നാൽ ഇവർ ഇത്ര വളരുമെന്ന് ശരിക്കും വിചാരിച്ചിട്ടില്ലേ. ഓക്കെ ഓക്കെ, മതി മതി മതി. ആ ഓക്കെ ബാ ജേക്കബ്, ഗുഡ് ബോയ്. ആ ഇനി നമ്മളെ ഓറിയോനെയും ജോട്ടനെയും കാണാം. ഫുള്ള് വൃത്തികേടായിട്ടുള്ളത് കണ്ട. രാവിലെ തന്നെ കേജ് ഇങ്ങനെ ഉണ്ടാവുക. ഇതൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ജോട്ടക്കുട്ട അടുക്ക് ബാ. അയ്യോ പോയി. ജോട്ടങ്ങനെ വലുതായില്ലേ, കുട്ടപ്പനായില്ലേ. അതുപോലെ നമ്മൾ അമ്മ കുതിരയ്ക്ക് ലാടടിക്കൂല കേട്ടോ. ലാടടിക്കൂല മീൻസ് അമ്മ കുതിര ലാടടിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അമ്മ കുതിര ലാടടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നെ കിക്ക് ചെയ്യും. ചിലപ്പോൾ അതുപോലെ കുട്ടിക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാട അടിച്ചതിന് ശേഷം കിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുതിര സ്പോട്ട് ചിലപ്പോൾ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് പാരൻ്റായിട്ടുള്ള ഫീമെയിൽ കുതിര എന്നാൽ അമ്മ കുതിരക്ക് ഒരിക്കലും ലാട അടിക്കാറുണ്ട്. കുട്ടിനെ മാറ്റിയിട്ടതിന് ശേഷം മാത്രമാണ് ലാട അടിക്കുക. ഉണ്ട് വിളിക്കുന്നുണ്ടാ. കുറച്ചും കൂടി ബദാമ് തീർന്നടാ, ഞാൻ എടുത്തിട്ട് വരേ. ആ നല്ല മോളെ. ആ ഓ ഫുള്ള് വേസ്റ്റായിട്ടുണ്ടാ. ഓക്കെ, അതേപോലെ നമ്മളെ യമൂനെല്ലാം കുറേ കാലമായി കണ്ടിട്ടല്ലേ. ആ ആ കടിക്കലടാ യമൂനെ കടിക്കല. വെറുതെ സ്ഥിരം കാണുന്ന ടീമാണെങ്കിലും ഈ എല്ലാവരും അങ്ങനെ ഇങ്ങനെ വിളിക്കുന്നു കഴിഞ്ഞടാ. ആ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേര് ഓർമ്മ ഉണ്ട് എല്ലാവർക്കും, റോക്കി ബായ്. ഒന്നിന് പണ്ടേ പോലെ തന്നെ അങ്ങനെ തന്നെ പേടിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവനും അത്യാവശ്യം ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അതേപോലെ നമ്മൾ ഒട്ടകപ്പക്ഷിക്ക് ഒരു ഫീമെയിൽ സെറ്റായിട്ടുണ്ടേ. നമ്മളൊരു പിന്നെ ചാലക്കുടിയിലൊരു നമ്മുടെ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറയും. ഖാദർ എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഒട്ടകപ്പക്ഷിൻ്റെ ഫീമെയിൽ തരാൻ തന്നിട്ടുണ്ട്. അത്യാവശ്യം വെൽപ്പുള്ള തന്നെ മുട്ടിടുന്ന ഫീമെയിൽ കേട്ടാ. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു പെണ്ണ് വരുന്നുണ്ട് കേട്ടാ, ബീവി വരുന്നുണ്ട്. ബീവി നല്ല രസമായില്ലിപ്പോൾ. ഈ സിംഗിളായിട്ട് ഇടുമ്പോൾ രോമൊന്നും അങ്ങോട്ടിങ്ങോട്ട് കൊത്തൂലല്ലോ, ഫെദറിന്ന് കൊത്താത്തതുകൊണ്ട് നല്ല വൃത്തിയുണ്ടാവും കേട്ടോ കാണാൻ. ഇത് രസമാണെന്ന് നോക്കിയേ. ബാ 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 ബാ. ആ ഏത് ലുക്ക് നല്ലില്ലേ. ഈ ഫെദർ ക്വാളിറ്റി നന്നായാൽ തന്നെ നമ്മളിപ്പോൾ പിന്നെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഫെദറിൻ്റെ. അപ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി എന്തായാലും അതിന് കാണാനുണ്ട്. കണ്ടാ നല്ലില്ലേ കാണാൻ. ഉമ്മോ
ഓക്കേ, ഇനി നമുക്ക് നമ്മുടെ സൂറനെ കാണാം. സൂറ ബേബി, സൂറ ബേബി, ബാ ബാ. പിന്നെ എപ്പം കലിപ്പ് മോടന്നെ. ബാടാ നമ്മളെ ബാ. ആ കഴിക്കും. സുന്ദരി തന്നെ കേട്ടോ. ഇപ്പം എത്ര വയസ്സായി? 9 വയസ്സായി. 9ൻ്റെ മേലായിട്ടുണ്ടാവും. ഒന്നും കൂടി നമുക്ക് പിന്നെ ഒരു ഡെലിവറിയും കൂടി നോക്കണ്ടേ? നോക്കാല്ലേ, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പറ്റിച്ചതാണ് സൂറ. ബാ. ഇല്ല, തരൂല. ഇല്ല. വേണോ വേണോ? കാലുകൊണ്ട് വലിക്ക്. ആ ആ ആ ആ ഈ ബാ മോളെ. ഓക്കെ, പോട്ടെ. ബായ്. പിന്നെ അതുപോലെ നമ്മളെ കണ്ണനിടണ്ടേ. കണ്ണൻ കുട്ടാ, കണ്ണൻ കണ്ണൻ. കണ്ണന് ബദാം കൊടുക്കും. ബദാം വലിയ ഇഷ്ടമല്ലോ നീ, അത് കൊടുത്തു നോക്കാം. എന്താ ഓന് ഈ ഇലകളും ഇതെല്ലാം തന്നെ ഇഷ്ടം. അല്ലേടാ കണ്ണ, അല്ലേടാ കണ്ണ കൂട്ട. ഇവൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളിൽ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു കുഴപ്പമില്ല. മറ്റേ അന്ന് വന്ന 2 ആൾക്കാന്ന് ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ 2 ആളെയും വേറെ മാറ്റിയിട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആൾ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ആ പാലുകൂടി മാറ്റിയതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കണ്ടിട്ടില്ലേ, അതിന് ശേഷം അവരെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇവരെ കൂടെ ഇട്ട് ചെറിയ എന്തെങ്കിലും ബ്ലഡിൽ വരുന്ന, നോർമലി ബ്ലഡിൽ വരുന്ന അല്ല എന്താ പറയുക, പകരുന്ന പ്രശ്നമല്ല. പക്ഷെ എന്താണ്, എന്തെങ്കിലും ഫ്ലൈസും കാര്യങ്ങളെല്ലാം വന്നിട്ട് ബ്ലഡ് കുടിച്ച് അപ്പുറത്തേക്ക് അതേപോലെ അപ്പുറത്തേക്ക് അതിൻ്റെ മേലും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു ചെറിയ സാധ്യത പോലും നമ്മൾ നിർത്തണ്ടെന്ന് വിചാരിച്ചു. വാടാ 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 ബാ. എന്താ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? ആ എന്തോ കാര്യമായിട്ട് തിന്നാടുന്നുണ്ടതിനെ. ബാ 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 ഡാ ബാ. ഹണി ഹണി ബേബി. ആ ഓ, രാവിലെ തന്നെ അടിച്ച് കീറുന്നുണ്ടെങ്കിലേ ഫുഡ്. വേണ്ടേ? ഇഷ്ടമായിട്ടില്ലേ? രോമേലും പോകുമ്പോഴേക്ക് ചെറുതായേ നോക്കിയേ. രോമേല് ട്രിം ചെയ്യുമ്പോഴേക്ക് നല്ല നേരിയ ആളായി, സ്ലിം ബ്യൂട്ടി ആയി. ആ തിന്നിടാ, തടവാനല്ല. എന്നാൽ പിന്നെ തടവിത്തരാം. ഓക്കെ. അതേപോലെ കോഴി ഫിഷിൻ്റെ ബ്രീഡിങ് എന്തായിന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ മുന്നേ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കോഴി ഫിഷിൻ്റെ ബ്രീഡിങ് എന്തായി, നമുക്കത് ആയിട്ടില്ല, സക്സസ് ആയിട്ടില്ല, മുട്ടയിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് പെട്ടെന്ന് കോഴി ഫിഷിനെ കണ്ടേരം ഓർമ്മ വന്ന്. അതേപോലെ നമ്മുടെ ചെറിയ കോഴി ഫിഷ് കുറച്ചെണ്ണത്തിന് ഇതിലും കുറച്ചെണ്ണത്തിന് ആ ടാങ്കിലും തന്നെ ഇട്ടോ. ഇപ്പോൾ ലൈറ്റ് ഇടാത്തതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ പ്ലാറ്റിനം കാറില്ലേ, ഇതാ അത്യാവശ്യം സൈസ് കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല ഫീഡ് എടുക്കുന്നുണ്ടേ, നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് വിരലൊക്കെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ സൈസ്. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലേ നമ്മൾ പ്ലാറ്റിനം കാറിൻ്റെ കൂടെ തന്നെ ഇടാം. ആ ലൈറ്റ് ഇട്ട്. ഇത് 2 എണ്ണം ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒന്നെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടിയിട്ട് അതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഡാമേജ് ആയി. എന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയ ഡാമേജ് ഉണ്ടായ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഉള്ളത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റിയിടാം. ഓക്കേ. ആ എന്നാ നിങ്ങൾക്കെല്ലാം ഇരുന്നാ ട്രീറ്റ്. ഇതൊരു നമ്മുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ടീംസാണ് കേട്ടോ. പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർ. ആ എന്നാ ഇവന് ഇഷ്ടമല്ല വലിയ, എന്നാലും കഴിച്ചോ. ബാ കൊക്കോ, കൊക്കോ ബാ, കൊക്കോ ഉണ്ട് ബാ. കൊക്കോ ബേബി ബാ. എന്നാ
ഈ പണ്ട് മുതലേ ഇങ്ങനെ കേട്ടോ. ഇത് ഇവിടെ തന്നെ വിരിഞ്ഞ കുഞ്ഞാന്നേ, എപ്പോഴും ഇങ്ങനെയാണ്. കുറച്ച് ഫെദർ വരും, അത് പ്ലക്ക് ചെയ്യും. പിന്നെ നമ്മളതിന് ക്യാപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇതുമായിട്ട് സെറ്റ് ചെയ്യും. ഇപ്പം എത്ര വർഷമായി? ഏകദേശം ഒരു 6-7 വയസ്സായിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ജമ്മി വിളിക്കുമ്പോൾ വരുന്നതാണ് നല്ല രസമാണ്. ഡാ മുത്തേ, ഡാ ജമ്മി ബാ. ഓ ബേബി. ആ ഒന്ന് നല്ല ചിറകടിച്ച് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചേ, അടിച്ചേ ബേബി. ആ ആ ആ ആ ഡാൻസ് വേണ്ട, ഡാൻസ് രണ്ടാമത് ഒന്നടിച്ചേ. ആ വരട്ടെ. ആ സംസാരിക്കുന്നില്ല, അന്നും ഇന്നും വഞ്ചനാണ്. ആ സുഖം തന്നെ, എന്തെങ്കിലും സംസാരിക്കും. ചില സമയത്ത് സൗണ്ട് ഉണ്ടാക്കും, എന്നാലും ചില സമയത്ത് നല്ലോണം സംസാരിക്കും. നല്ല പറയുമ്പോണ്ടല്ലോ പറയും. സുഖം തന്നെ. ആ ഹലോ. ചിറകൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ലേ? ഇവനാന്ന് ഒരു ദിവസം പറന്നു പോയത് ഓർമ്മയുണ്ടാ? നമ്മൾ തെങ്ങിന്റെ പൂക്കുലെടുത്തപ്പോ പറന്നു പോയത് ഓർമ്മയുണ്ടാ? ഭയങ്കര അടിപൊളി ഇതാണ്. ഞാൻ ഇടങ്ങ് ആക്കാലോ, എന്നാലും പറന്ന് മേലേക്ക് തന്നെ കയ്യിലേക്ക് തന്നെ വരും. ആ അടുന്ന ആ ബാ ചെമ്മി വന്നേ. ആ ആ ആ ആ മൈക്കിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടേക്കുന്നതാണ്. എന്തൊക്കെയോ സംസാരിക്കും. പറ. സുഖം തന്നെ ചോദിച്ചേ. സുഖം തന്നെയെന്ന് ചോദിച്ചേ. സുഖം തന്നെയെന്ന് ചോദിച്ചേ. ഭയങ്കര രസം. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ടല്ലോ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതല്ലാന്ന് പിന്നെ പറയാം. ജമ്മിന് ആരോ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നാ? ആ ബദാം വേണോ? എന്താ പറയുക? തത്തമ്മയെ പൂച്ച പറയോ? ഇത് തത്തമ്മയല്ലല്ല. ബദാം വേണോ? ട്രീറ്റ് വേണോ? എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഇതേതാ ഭാഷ? വീട്ടിൽ പോവാ? അപ്പി സെറ്റ്. നമ്മൾ ട്രീറ്റ് കൊടുത്തിട്ടുണ്ടേ. ട്രീറ്റ് കൊടുത്ത് എനിക്ക് വീട്ടിലേക്ക് പോവോ? എന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കോ? ഇല്ലാന്നാ കഴിച്ചോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവേ. പോട് ഒരു കഴിച്ചിട്ട് വാ. പോയിക്കോ, പോടാ ജമ്മി, പോട്. പോയിക്കോ, പോടാ. ഞാൻ അവിടെ ഇരുന്ന് കഴിച്ച് സെറ്റായതിനു ശേഷം നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അതേപോലെ നമ്മൾ പിന്നെ കാറിനെ കണ്ടിട്ടില്ലേ? പ്ലാറ്റിനം കാറിനെ കണ്ട. പ്ലാറ്റിനം കാറ് അത്യാവശ്യം വലുതായി കേട്ടോ. ഇപ്പോൾ നമ്മളെ കൈ ഇതുള്ളത് ഇങ്ങനെ കാണുമ്പോൾ സൈസ് മനസ്സിലാകുന്നുണ്ടോന്നല്ല, എന്നാലും തടി ഏകദേശം കാണാം കേട്ടാ. അത്യാവശ്യം നല്ല വലുപ്പമായി കേട്ടാ. അതുപോലെ ഈ ടാങ്കിൻ്റെ ക്ലിയർ ഉണ്ട്, ഭയങ്കര ക്ലിയറാണ് കേട്ടാ. ഇതിൽ വെള്ളം കണ്ട, വെള്ളം ഉണ്ട് എന്നുള്ള മനസ്സിലാവില്ല, അത്രയും ക്ലാരിറ്റിയാണ്. എല്ലാവരും സെറ്റല്ലേ? ഇപ്പോൾ കറക്റ്റായിട്ടുള്ള മീനേ ഉള്ളൂ, മീൻ ഓവറായിട്ടില്ല. ഇനി നമ്മൾ എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഓറഞ്ച്, അതുപോലെ പിന്നെ സിൽവർ, കുറച്ച് ഗാരള കളക്ഷൻ ആക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുമല്ലേ? ഗാറിൻ്റെ മാത്രം, ഇത് അരാപ്പൈമ മാത്രം. അരാപ്പൈമ അത്യാവശ്യം നല്ല സൈസായി കേട്ടാ. ഇതൊക്കെയാ സൈസ് നോക്കിയാ, നല്ല ബസ് പാർക്ക് ചെയ്ത പോലില്ലേ? കുറേ ആളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാ. അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ടാങ്ക് പൊളിച്ചിട്ട് വലിയ ടാങ്ക് ആക്കേണ്ടി വരും അല്ലേ? അത്രയും സൈസ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇവരെ ഗ്രോത്ത് കേട്ടാ. അത്രയും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇഷ്ടമായി എല്ലാവർക്കും? ഓക്കേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.